ഈ വീഡിയോയിൽ കാണുന്ന 19 വയസ്സുള്ള മനീഷ ശാന്തയും ലജ്ജാശീലയുമായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ ലോകം അവളുടെ കുടുംബത്തിൽ മാത്രമായി ഒതുങ്ങി. അവളുടെ വിധി ഇത്ര വേദനാജനകവും ഭയാനകവുമാകുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അത് പിശാചിനെ പോലും വല്ലാതെ കുലുക്കുന്നതായിരുന്നു. ഈ കേസിൽ അടുത്തതായി സംഭവിക്കുന്നത് ധാരാളം ചോദ്യങ്ങൾ ഉയർത്തുക മാത്രമല്ല, പകൽ വെളിച്ചത്തിൽ പോലും നീതി എങ്ങനെ ഒഴിവാക്കപ്പെടുമെന്ന് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ നിയമവ്യവസ്ഥയോടുള്ള നമ്മുടെയൊക്കെ വിശ്വാസത്തെ തന്നെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ എല്ലാ വശങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഹരിയാനയിൽ വളരെ സെൻസേഷനായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഹരിയാനയിലെ ഭിമാനി ജില്ലയിലെ ലോഹരുവിലെ ധനി ലക്ഷ്മൺ ഗ്രാമത്തിൽ നിന്നാണ് ഈ ഒരു സംഭവം ആരംഭിക്കുന്നത്. 2025 ഓഗസ്റ്റ് 11 എല്ലാ ദിവസത്തെയും പോലെ മനീഷ തന്റെ വീട്ടിൽ നിന്നും കിഡ്സ് കെയർ ബാല വിദ്യാലയത്തിലേക്ക് പോകുന്നു. അവൾ ഒരു അധ്യാപികയായി അവിടെ ജോലി നോക്കുകയായിരുന്നു. പക്ഷെ തിരികെ താൻ ഒരിക്കലും ഇനി വീട്ടിലേക്ക് പോകില്ല എന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതേ ദിവസം ഉച്ചയ്ക്ക് 1:58 അടുത്തുള്ള ഒരു നഴ്സിംഗ് കോളേജിലേക്കുള്ള പ്രവേശന ഫോം എടുക്കാൻ മനീഷ സ്കൂളിൽ നിന്നും ഇറങ്ങി. അവൾ തന്റെ പിതാവിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. മനീഷയെ അവസാനമായി കണ്ടതിന്റെ ഏക ഡിജിറ്റൽ തെളിവ് ഈയൊരു ദൃശ്യം മാത്രമായിരുന്നു. അന്നത്തെ ദിവസം വൈകുന്നേരമായിട്ടും മനീഷ വീട്ടിലെത്തിയില്ല. വീട്ടിലുണ്ടായിരുന്ന മനീഷയുടെ മുത്തശ്ശൻ അവളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങി. സമയം കടന്നു പോകുന്തോറും മുത്തശ്ശന്റെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ വിഷമത്തിൽ മനീഷ എല്ലാ ദിവസവും സ്കൂളിൽ പോയിരുന്ന ബസ്സിലെ ഡ്രൈവറിനെ കോൺടാക്ട് ചെയ്തു. സ്കൂൾ കഴിഞ്ഞ് മനീഷയ്ക്ക് ഒരു പ്രവേശന ഫോം എടുക്കാൻ കോളേജിലേക്ക് പോകേണ്ടതുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് ബസ് ഡ്രൈവർ മുത്തശ്ശനായ ദാദാജിയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കാം അവൾ ഒരു പക്ഷേ വൈകുന്നത് എന്നും പറഞ്ഞു. ബസ് ഡ്രൈവറിൽ നിന്നും ഇത് കേട്ടപ്പോൾ ദാദാജിക്ക് ഒരു മനസ്സമാധാനം ലഭിച്ചു. എന്നാൽ വൈകുന്നേരം 4:30 അവൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല. അദ്ദേഹം മനീഷയുടെ അച്ഛനായ സഞ്ജയ് സിംഗിനെ വിളിച്ച് വിവരം അറിയിച്ചു. വൈകുന്നേരം ഒരു 6:15 സഞ്ജയ്ക്ക് മനീഷയിൽ നിന്നും ഒരു കോൾ വരുന്നു. അത് 10 സെക്കൻഡ് മാത്രം നീണ്ടു നിന്ന കോളായിരുന്നു. അതിൽ മനീഷയുടെ ശബ്ദമൊന്നും കേട്ടില്ല. കോൾ കട്ടാവുകയും ചെയ്തു. അതിനുശേഷം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പോഴും മനീഷ വീട്ടിലെത്തിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. എന്തോ തെറ്റായി സംഭവിക്കുന്നുവെന്ന് മനസ്സിൽ വല്ലാത്തൊരു ഭയം അദ്ദേഹത്തിന് വന്നു. സമയം കളയാതെ ഉടൻ തന്നെ സഞ്ജയ് ലോഹാരുവിൽ നിന്നും ബസ് കയറി സിംഖാനിയിലെ ഐഡിയൽ ഇന്റർനാഷണൽ കോളേജിലെത്തി. മനീഷ നഴ്സിംഗ് ഫോം എടുക്കാൻ ഈ കോളേജിലേക്കാണ് വന്നത്. അവിടെ ചെന്ന് മനീഷ എന്ന പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സഞ്ജയ് കോളേജ് ഗാർഡിനോട് ചോദിച്ചപ്പോൾ അയാൾ ഇല്ല എന്നാണ് പറഞ്ഞത്. റിസപ്ഷനിലും സഞ്ജയ്ക്ക് ഇതേ മറുപടി തന്നെയായിരുന്നു ലഭിച്ചത്. എന്നാൽ റിസപ്ഷനിലുണ്ടായിരുന്ന 3 പേരും മദ്യപിച്ചിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ സഞ്ജയ്ക്ക് മനസ്സിലായി. അയാൾ ഉടൻ തന്നെ 112 ഡയൽ ചെയ്ത് പോലീസിനെ അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ കാണിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. പക്ഷേ കോളേജ് ജീവനക്കാർ വിസമ്മതിച്ചു. സഞ്ജയ് വീണ്ടും അമ്മാവനൊപ്പം ലോഹാരു പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് ഈയൊരു പരാതി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസ് അത് കേൾക്കാൻ സമ്മതിച്ചില്ല. മനീഷ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയതായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയതായിരിക്കാം. 1-2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തുമെന്നൊക്കെ പറഞ്ഞ് അവർ അതിനെ അങ്ങ് അവഗണിച്ചു. പോലീസിന്റെ ഭാഗത്ത് നിന്നും മകളെക്കുറിച്ച് ഇത്തരം ഒരു വാർത്ത കേൾക്കുകയും അവരുടെ ഈ അനാസ്ഥാ മനോഭാവം കാണുകയും ചെയ്തതോടുകൂടി അച്ഛനായ സഞ്ജയ് വല്ലാത്ത നിസ്സഹായനായി മാറി. നിരാശയോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 സഞ്ജയ് വീട്ടും ലോഹാരു പോലീസ് സ്റ്റേഷനിലെത്തി. അന്നത്തെ ദിവസം മുഴുവനും ഒഴിവ് കഴിവുകൾ പറഞ്ഞതിനു ശേഷം വൈകുന്നേരം 5:30 ASI ശകുന്തള ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനുശേഷം ASI ശകുന്തള ഐഡിയൽ കോളേജിൽ ചെന്ന് CCTV ദൃശ്യങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കോളേജ് ജീവനക്കാർ ദൃശ്യങ്ങൾ കാണിക്കാൻ അപ്പോഴും സമ്മതിച്ചില്ല. തുടർന്ന് പോലീസുകാർ അവിടെ നിന്നും മടങ്ങി എന്നത് മാത്രമല്ല, മനീഷയുടെ മൊബൈൽ എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും അവർ ശ്രമിച്ചില്ല. കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് പോലും അവർ ചിന്തിച്ചു നോക്കിയില്ല. അടുത്ത ദിവസം ഓഗസ്റ്റ് 13 ഐഡിയൽ കോളേജിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള ഒരു കനാലിനടുത്തുള്ള വയലിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതായും മൃതദേഹം തിരിച്ചറിയാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുമെന്നും
ASI ശകുന്തളയിൽ നിന്നും സഞ്ജയ്ക്ക് ഒരു കോൾ വന്നു. ഈ കോൾ കേട്ടപ്പോൾ സഞ്ജയുടെ ഹൃദയമാകെ തകർന്നു. മൃതദേഹം തിരിച്ചറിയാനായി അദ്ദേഹം ഒട്ടും വൈകാതെ അവിടെ എത്തി. ആ മൃതദേഹം കണ്ടയുടനെ സഞ്ജയ്ക്ക് തന്റെ ലോകം പൂർണ്ണമായും കീഴ്മേൽ മറിഞ്ഞതുപോലെ തോന്നി. മകൾ തന്റെ മുൻപിൽ നിർജീവയായി കിടക്കുകയാണ്. ആരുടെയും ഹൃദയം വിറയ്ക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ മൃതദേഹത്തിന്റെ അവസ്ഥ. മനീഷയുടെ ശരീരം ഒരു വയലിൽ കിടക്കുകയായിരുന്നു. ആസിഡ് ഒഴിച്ചതുപോലെ മുഖം വല്ലാതെ അഴുകിയിട്ടുണ്ട്. അവളുടെ 2 കണ്ണുകളും കാണാനില്ല. താടിയെല്ല് മുഴുവനും കാണാൻ കഴിയുന്ന തരത്തിൽ മുഖം ഉരുകിയിരിക്കുന്നു. മനീഷയുടെ കഴുത്ത് ഏതാണ്ട് അപ്രത്യക്ഷമായിരുന്നു. ഏതാനും ഇഞ്ച് മാത്രമേ ശരീരവുമായി ബന്ധിപ്പിച്ചിരുന്നുള്ളൂ. മനീഷയുടെ മരണവാർത്ത ആ ഗ്രാമം മുഴുവനും തീ പോലെ പടർന്നു. അവളുടെ മൃതദേഹം കാണുന്നവരുടെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു: അവളുടെ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? ആരാണ് ഈ ക്രൂരത ചെയ്തത്? മനീഷയുടെ മരണവാർത്ത കേട്ടവരെല്ലാം വല്ലാത്ത കോപാകുലരായി മാറി. അവളുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. ദേഷ്യം വന്ന ജനക്കൂട്ടത്തെ കണ്ട് പോലീസ് പെട്ടെന്ന് പ്രദേശം അടച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് അയച്ചു. പോലീസ് കൃത്യസമയത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് മനീഷ ജീവിച്ചിരിപ്പുണ്ടാകുമായിരുന്നുവെന്ന് എല്ലാവരും പറഞ്ഞതിനാൽ പോലീസിന്റെ പ്രാരംഭ മനോഭാവമാണ് ഈ കോപത്തിനെല്ലാം കാരണമായത്. അവിടെ പ്രതിഷേധത്തിനിരുന്ന എല്ലാവരുടെയും ചുണ്ടുകളിൽ മനീഷയ്ക്ക് നീതി വേണമെന്നും മനീഷയുടെ കൊലയാളികൾക്ക് ശിക്ഷ ലഭിക്കുന്നതുവരെ തങ്ങൾ നിർത്തില്ല എന്നുമുള്ള ഒരു മുദ്രാവാക്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മനീഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മനീഷയുടെ കുടുംബമോ ഹരിയാനയിലെ ജനങ്ങളോ തയ്യാറായിരുന്നില്ല. വാസ്തവത്തിൽ അത് ആ കേസിന്റെ ഒരു ചിത്രം തന്നെ മാറ്റിമറിച്ചു. മൃതദേഹം കണ്ടവർക്ക് ഉറപ്പായിരുന്നു അവളെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന്. എന്നാൽ ഓഗസ്റ്റ് മാസം 14-ന് ഭിവാനി സിവിൽ ആശുപത്രിയിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അതുപ്രകാരം മനീഷയുടെ വൃക്കകളിലും കുടലിലും കീടനാശിനിയായ ഓർഗാനോഫോസ്ഫറസിന്റെ അംശം കണ്ടെത്തിയതായി ഡോക്ടർ പറഞ്ഞു. മനീഷയുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ബീജം കണ്ടെത്തിയിട്ടില്ല എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവിടെ ആ ബലാത്സംഗത്തിന്റെ ആംഗിൾ തന്നെ നിഷേധിക്കപ്പെട്ടു. കൂടാതെ അവളുടെ ശരീരത്തിൽ ഒരു സംഘർഷത്തിന്റെ അടയാളങ്ങൾ ഇല്ലായിരുന്നു. അതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനീഷ കൊല്ലപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. ഇതിനുശേഷം മനീഷിന്റെ കുടുംബവും മുഴുവൻ സംസ്ഥാനത്തെ ജനങ്ങളും പോലീസിനും ഭരണകൂടത്തിനും എതിരെ രോഷം കൊണ്ട് പൊട്ടിത്തെറിച്ചു. അതാണ് സംഭവിച്ചത്. ഇപ്പോ കേസ് മൂടിവെക്കാൻ സർക്കാർ ചില പോലീസുകാരെ സ്ഥലം മാറ്റുകയും മറ്റു ചിലരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. വിഷയം അധികം പ്രചരിക്കുന്നത് തടയാൻ ഇന്റർനെറ്റ് കട്ട് ചെയ്തു. കുടുംബത്തെ സമാധാനിപ്പിക്കാൻ ഓഗസ്റ്റ് 16-ന് 2ാമത്തെ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മറ്റൊരു ആശുപത്രിയിലേക്ക് അയച്ചു. ഈ 2ാമത്തെ ആശുപത്രിയിൽ നിന്നും പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കഴുത്തിലെ മുറിവുകളുടെ പാടുകൾ ക്രമരഹിതമാണെന്നും ഏതെങ്കിലും വന്യമൃഗം കടിച്ചതാകാമെന്ന് സംശയിക്കുന്നുണ്ടെന്നും ഈ PGI മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കുണ്ടൽ മിത്തൽ പറഞ്ഞു. ബീജത്തിന്റെ അഭാവം കാരണം ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്നും മുഖത്തിന്റെ മോശം അവസ്ഥ ആസിഡ് കാരണം മാത്രമായിരിക്കില്ല, വന്യമൃഗങ്ങൾ കാരണമായിരിക്കാമെന്നുമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു. ഈ വിവരങ്ങൾ കുടുംബത്തിലെത്തിയപ്പോൾ അവർ മനീഷയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ വിസമ്മതിച്ചു. കൊലയാളികളെ പിടികൂടുന്നതുവരെ അന്ത്യകർമ്മങ്ങൾ നടത്തരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഓഗസ്റ്റ് 18-ന് മനീഷ എഴുതിയൊരു കുറിപ്പ് കണ്ടെത്തിയതായി പോലീസുകാർ പെട്ടെന്ന് അവകാശപ്പെട്ടു. മൃതദേഹം കണ്ടെത്തി ഇത്ര ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് ഈ ഒരു കുറിപ്പ് എങ്ങനെ ലഭിച്ചു? ഈ കുറിപ്പ് ഇതിനകം തന്നെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത് ഇത്രയും ദിവസം മറച്ചു വെച്ചത്? ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളിയായ സ്വാധീനമുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ മറവാണ് എന്ന് എല്ലാ ആളുകളും കുടുംബവും ചിന്തിക്കാൻ തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞ് ഹരിയാന മുഖ്യമന്ത്രി ഒരു ട്വീറ്റ് ചെയ്തു. ആവശ്യമനുസരിച്ച് ഈ ഒരു കേസ് CBI അന്വേഷിക്കുമെന്നും 3ാമത്തെ പോസ്റ്റ്മോർട്ടം എയിംസിൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സത്യം പറഞ്ഞാൽ മനീഷയുടെ ഈ കേസിൽ തുടക്കം മുതൽ തന്നെ അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടത്തിലും നിരവധി വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട്. അതിനാൽ സത്യം പുറത്തു കൊണ്ടുവരുന്നത് മിക്കവാറും അസാധ്യമായി തന്നെ മാറി. ഞാൻ എന്തുകൊണ്ടിത് പറയുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് യഥാർത്ഥത്തിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കോളേജിലെ CCTV ദൃശ്യങ്ങൾ യഥാസമയം വീണ്ടെടുക്കുകയോ കുറ്റകൃത്യം നടന്ന സ്ഥലം ശരിയായി സംരക്ഷിക്കുകയോ ചെയ്തില്ല. വാസ്തവത്തിൽ മനീഷയുടെ കാണാതായ ഫോൺ പരിശോധിച്ചിട്ടില്ല. അവളുടെ കോൾ റെക്കോർഡ്സ്,
അവസാനം അവൾ ഉണ്ടായിരുന്ന ലൊക്കേഷൻ അതൊന്നും പരിശോധിച്ചില്ല. പോലീസ് അന്വേഷണത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘട്ടമാണിത്. ശരീരത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ കഴുത്തും അതിന്റെ മുകൾ ഭാഗവും പൂർണ്ണമായും മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തിയതാണെന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം കഴുത്തിന് മാത്രമേ കൊലപാതകം ശ്വാസം മുട്ടിച്ചാണ് ചെയ്തതെന്ന് പറയാൻ കഴിയൂ. കഴുത്തിന്റെ മുൻവശത്തെ മധ്യരേഖയിൽ ഒരു ഹയോയിഡ് അസ്ഥിയുണ്ട്. ഫോറൻസിക്സിൽ ഇതിന്റെ ഒടിവ് മാനുവൽ ശ്വാസമുട്ടൽ മൂലമുള്ള മരണത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ പോലീസും ഡോക്ടർമാരും പറയുന്നത് ഏതെങ്കിലും മൃഗം അത് കഴിച്ചിട്ടുണ്ടാകാം എന്നാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത് ശരിക്കും സാധ്യമാണോ? കാരണം മൃഗങ്ങൾ എല്ലായ്പ്പോഴും മൃദുവായ ടിഷ്യൂ മാത്രമാണ് ആദ്യം കഴിക്കുന്നത്. എന്നാൽ ഇവിടെ കഠിനമായ അസ്ഥിഭാഗത്തിന് മാത്രമേ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ. മൃഗം മൃദുവായ ടിഷ്യൂവിൽ പോലും സ്പർശിച്ചിട്ടേയില്ല. മനുഷ്യരുടെ വസ്ത്രങ്ങളിലും അതുപോലെ തന്നെയാണ്. മൃഗങ്ങൾ വാന്തിയതോ കീറിയതിന്റെ ഏതൊരു അടയാളവുമില്ല. ശരീരം യഥാർത്ഥത്തിൽ ഒരു മൃഗം കഴിച്ചതാണോ എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു മൃഗത്തിന്റെ ഉമിനീരും അതിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല. സത്യം മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സിദ്ധാന്തം സൃഷ്ടിച്ചത്. അതാണ് എനിക്ക് തോന്നുന്നത്. ശരീരത്തിലെ ഒരു അവയവവും നഷ്ടപ്പെട്ടിട്ടില്ല. കഴുത്തു മുതൽ ശരീരം മുഴുവനും കേടുകൂടാതിരിക്കുകയായിരുന്നു. 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭിവാനി സിവിൽ ആശുപത്രിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൽവാർ കീറിയിട്ടുണ്ടെന്നും, അതായത് റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ ഏതോ ഒരു പോരാട്ടത്തിന്റെ വ്യക്തമായ ലക്ഷണമുണ്ടായിരുന്നു. അതിനർത്ഥം മനീഷ സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ്. അതിശയകരമെന്ന് പറയട്ടെ, മനീഷയുടെ 2 കാൽമുട്ടിലും ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. പക്ഷേ മുട്ടിന്റെ ആ ഭാഗത്തുണ്ടായിരുന്ന സൽവാർ പൂർണ്ണമായും വൃത്തിയായിരുന്നു. പരിക്കേറ്റ സമയത്ത് മനീഷ സൽവാർ ധരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും പരിക്കേറ്റ സമയത്ത് അത് കീറുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സൽവാർ മരണശേഷം ധരിപ്പിച്ചതോ അല്ലെങ്കിൽ മരണത്തിന് തൊട്ട് മുൻപ് അഴിച്ചു മാറ്റിയതോ ആയിരിക്കാം. ഇത് തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് കൂടിയാണിത്. ഇപ്പോൾ ഒരു പെൺകുട്ടി തന്റെ വസ്ത്രം സ്വയം അഴിച്ച് തുറന്ന വയലിൽ അങ്ങനെ കിടക്കുമോ? സാധാരണക്കാർ വരുന്നതും പോകുന്നതുമായ ഒരു സ്ഥലത്ത് അങ്ങനെ കിടക്കുമോ? നിങ്ങൾ തന്നെ പറയുക. ബീജത്തിന്റെ ലഭ്യത കുറവ് കൊണ്ട് മാത്രം ബലാത്സംഗത്തിന്റെ ആംഗിൾ നിഷേധിക്കപ്പെട്ടു. ഇതും അതിശയകരമാണ്. അതേസമയം ബീജത്തിന്റെ സാന്നിധ്യമൊന്നും അത്ര പ്രധാനമല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബീജത്തിന്റെ സാന്നിധ്യമോ അഭാവമോ, അതായത് ബീജത്തിന്റെ അഭാവം മൂലം ബലാത്സംഗം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ ഒരിക്കലും ആകില്ല. ഇനി വിഷം എന്നൊരു ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു കേസിനെ നോക്കിയാൽ, കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് കുപ്പികളോ റാപ്പറുകളോ പേപ്പറുകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തണമായിരുന്നു. എന്നാൽ അതും സംഭവിച്ചില്ല. ഇതുപോലെ ഒന്നും കണ്ടെത്തിയില്ല. വയറിളക്കം, വായിൽ നിന്ന് നുര, ഛർദി തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതായത് വിഷം കഴിച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്റ്റ് ഒക്കെയാണ് ഇതൊക്കെ. പക്ഷെ അതിന്റെ യാതൊരു അടയാളവും ആ വസ്ത്രത്തിലോ ശരീരത്തിലോ ഇല്ലായിരുന്നു. അത്തരമൊരു കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. മനീഷയുടെ ഷൂസ് ആരോ മനഃപൂർവ്വം ഊരി മാറ്റി എറിഞ്ഞതുപോലെ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് കിടക്കുന്നതായി കണ്ടെത്തി. മദ്യക്കുപ്പികളും ടയറിന്റെ അടയാളങ്ങളും ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന് സമീപം തന്നെ കണ്ടെത്തി. എന്നാൽ അവയിൽ ഫോറൻസിക് പരിശോധന നടത്തേണ്ടത് ആവശ്യമാണെന്ന് പോലീസ് കരുതിയില്ല. മണ്ണ് സാമ്പിൾ, ടയർ സാമ്പിളുകളുടെ പൊരുത്തപ്പെടൽ, ആ പ്രദേശത്ത് ആ സമയം സജീവമായിരുന്ന നമ്പറുകൾ കണ്ടെത്തൽ, ഇങ്ങനെ പോലീസ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടേയില്ല. ഇവിടെ മനീഷയുടെ കോൾ റെക്കോർഡിൽ നിന്നോ അവളുടെ സുഹൃത്ത് സർക്കിളിൽ നിന്നോ സ്കൂളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ മൊഴികൾ എടുത്തിട്ടില്ല. വഴക്ക്, അവിഹിത ബന്ധം, ഈ ഒരു കോണൊന്നും പരിശോധിച്ചിട്ടേയില്ല. ഭിവാനി സിവിൽ ആശുപത്രിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രോഹ്തക് PGIയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരസ്പരം പൊരുത്തപ്പെടുന്നതേയില്ല. ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭിവാനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേത്രഗോളങ്ങൾ നഷ്ടപ്പെട്ടതായി പരാമർശിച്ചിട്ടുണ്ട്. അതേസമയം രോഹ്തക് PGI പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോർണിയയും കൃഷ്ണമണിയും പൂർണ്ണമായും അഴുകിയിട്ടുള്ളതായി എഴുതിയിരുന്നു. അവിടെ നേത്രഗോളങ്ങളെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അഴുകൽ സംഭവിക്കുക? ഇനി ആന്തരാവയവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ ആശുപത്രിയിൽ നിന്നും ഈ ആന്തരാവയവങ്ങളുടെ പകുതി വൃക്കയും പ്ലീഹ ഭാഗങ്ങളും മാത്രമേ രണ്ടാമത്തെ ആശുപത്രിയിലേക്ക് അയച്ചു കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ വൃക്ക, പ്ലീഹ, ഗർഭാശയം, അണ്ഡാശയങ്ങൾ ഇവയെല്ലാം പൂർണ്ണമായും ഇല്ല എന്നാണ് ഈ രണ്ടാമത്തെ ആശുപത്രിയിൽ നിന്നും പറഞ്ഞത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. വൃക്കയുടെയും പ്ലീഹയുടെയും പകുതി ഭാഗങ്ങൾ മാത്രം അയച്ചപ്പോൾ എങ്ങനെയാണ് പൂർണ്ണ അവയവം ഇല്ല എന്നവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുക? ഇത് മാത്രമല്ല, രോഹ്തക് PGI ശരീരം ചെളിയിൽ മൂടിയിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു.
അതേസമയം ഈ ഭിവാനി ആശുപത്രിയിൽ നിന്നും മൃതദേഹം PGI ആശുപത്രിയിലേക്ക് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയാണ് ആ ഡെഡ് ബോഡി പൂർണ്ണമായും കഴുകി വൃത്തിയാക്കി വസ്ത്രങ്ങളൊന്നും ഇല്ലാതെയാണ് അയച്ചത്. കാരണം ഒന്നാമത്തെ ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു, അത് കഴിഞ്ഞാൽ അത് കഴുകും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ രോഹ്തക് PGI ആശുപത്രി, അതായത് ഈ രണ്ടാമത്തെ ആശുപത്രിയിലെ റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ ചെളിയും മുടിയും പുല്ലും കണ്ടെത്തിയത് എങ്ങനെയാണ്? ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് രോഹ്തക് PGIയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മനഃപൂർവ്വം തയ്യാറാക്കിയതായിരിക്കണം, അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ തുടക്കത്തിൽ തെറ്റായ റിപ്പോർട്ട് നൽകിയതാണോ? ആളുകളൊക്കെ ഇങ്ങനെ ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ഒന്ന് ശാന്തമാക്കാൻ ഒരു നാടകീയതയ്ക്ക് വേണ്ടി മറ്റൊരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുപോലെ അഭിനയിച്ചതാണോ? ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ശാസ്ത്രീയമായി നോക്കിയാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന മരണസമയവും സംശയാസ്പദമാണ്. ശാസ്ത്രീയമായി മരണശേഷം ചുറ്റുമുള്ള പ്രദേശത്തുള്ള ഈച്ചകൾ മരണശേഷം 2-3 മണിക്കൂറിനുള്ളിൽ മൃതദേഹത്തിൽ മുട്ടയിടുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മനീഷയുടെ ശരീരത്തിലും ഇത് കണ്ടെത്തി. എന്നാൽ മരണം സംഭവിച്ച് 24 മണിക്കൂറിൽ കൂടുതൽ ആയാൽ പുഴുക്കൾ ശരീരത്തിൽ കയറും. ഇവിടെ പോസ്റ്റ്മോർട്ടം സമയത്ത് മനീഷയുടെ ശരീരത്തിൽ പുഴുക്കളെ കണ്ടെത്തിയിട്ടില്ല. ഇതിനർത്ഥം മനീഷയുടെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം അവളുടെ മരണം സംഭവിച്ച് 24 മണിക്കൂറിനുള്ളിലാണ് നടത്തിയത്. എന്നാൽ റിപ്പോർട്ട് പ്രകാരം മനീഷ 2-3 ദിവസം മുൻപ് മരിച്ചിരുന്നു. ഈ മഴക്കാലത്തൊക്കെ അഴുകൽ വളരെ വേഗത്തിൽ സംഭവിക്കുന്നിടത്ത് അത്തരമൊരു സാഹചര്യത്തിൽ മരണം നടന്ന് 2-3 ദിവസമായെങ്കിൽ തീർച്ചയായും ശരീരത്തിൽ പുഴുക്കൾ കണ്ടെത്തേണ്ടതായിരുന്നു. അതായത് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യത്തിന് ഇത് നേരെ വിപരീതമായി തന്നെ വരുന്നുണ്ട്. മനീഷയുടെ മരണത്തിനും ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിനും ഇടയിൽ 24 മണിക്കൂറിൽ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇത് കാണിക്കുന്നുണ്ട്. ആദ്യ പോസ്റ്റ്മോർട്ടം ഓഗസ്റ്റ് മാസം 14 വൈകുന്നേരം ഒരു 7:30 മണിക്ക് നടന്നു. അതായത് ഓഗസ്റ്റ് മാസം 13-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ശേഷമായിരിക്കണം മരണം സംഭവിച്ചത്. ഇതൊരു അനുമാനം മാത്രം. എന്നാൽ ശാസ്ത്രീയമായ ഒരു സമീപനത്തിൽ നിന്നും ഈ ഒരു കോണിനെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. ഈ കേസിൽ ഇതുവരെയും പോലീസ് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പൊള്ളയാണെന്നാണ് തോന്നുന്നത്. ഇതിൽ ആദ്യത്തേത് മനീഷയുടെ മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾക്ക് ശേഷം പോലീസ് കണ്ടെത്തിയ കുറിപ്പാണ്. അതിലും വലിയൊരു കാര്യം ആ കുറിപ്പിന്റെ കൈയക്ഷരമാണ്. കാണിക്കുന്ന കുറിപ്പിൽ ഓരോ വാക്കും വെവ്വേറെ എഴുതിയിരിക്കുകയാണ്. എഴുത്തുകാരൻ അത് വളരെ സാവധാനത്തിൽ എഴുതിയതാണെന്ന് തോന്നിപ്പോകും. അതേസമയം അത്തരം ഒരു കുറിപ്പ് എഴുതുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ വളരെ അസ്വസ്ഥമാണ്. ആ സാഹചര്യത്തിൽ കൈയക്ഷരത്തിന്റെ ഒഴുക്കോ അതിന്റെ ഭംഗിയോ ഒന്നും ആരും നോക്കണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, മനീഷയുടെ ശരീരത്തിൽ ഓർഗാനോഫോസ്ഫറസ് രൂപത്തിൽ കണ്ടെത്തിയ കീടനാശിനിയെ കുറിച്ചാണ്. ചില വിദഗ്ധർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഓർഗാനോഫോസ്ഫറസ് അടങ്ങിയ കീടനാശിനികൾ നമ്മുടെ രാജ്യത്തെ വയലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ അതിന്റെ അവശിഷ്ടങ്ങൾ ഭൂഗർഭജലത്തെ മലിനമാക്കുന്നു. അത്തരം സാഹചര്യത്തിൽ ആരെങ്കിലും വയലുകളിലെ കുഴൽക്കിണറുകളിൽ നിന്നും വെള്ളം കുടിക്കുകയോ രക്തം പരിശോധിക്കുകയും ചെയ്താൽ അതിൽ ഓർഗാനോഫോസ്ഫറസിന്റെ അംശം കണ്ടെത്തും. പക്ഷെ പോലീസ് പറയുന്നതനുസരിച്ച് മനീഷ സ്വയമേ പോയി കടയിൽ നിന്നും അത് വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അതിന് തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് തെളിയിക്കാൻ പോലീസ് ബില്ലും രജിസ്റ്റർ എൻട്രി പോലും കാണിച്ചു. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കടയിൽ നിന്ന് സാധാരണ വാങ്ങിയിട്ടും ആളുകൾ സാധാരണയായി ബില്ല് ചോദിക്കാത്തിടത്ത് ജീവിതത്തിൽ അത്ര അതൃപ്തിയായ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി വിഷം വാങ്ങിയ ശേഷം കടയിൽ നിന്ന് ബില്ല് ചോദിച്ചു വാങ്ങുകയും കട രജിസ്റ്ററിൽ ഒരു എൻട്രി ഇടുകയും ചെയ്യുന്നു. എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? പോരാത്തതിന് ഇവിടെ ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും ആ ഒരു കോൺ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ കേസിന്റെ തുടക്കത്തിൽ പോലീസ് അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ എഴുതിയത് കുറ്റകൃത്യം ചെയ്ത ശേഷം കഴുത്തറുത്ത് കൊലപാതകം നടത്തിയെന്നാണ്. അതായത് ആദ്യ ദിവസം പോലീസ് തന്നെ കൊലപാതകത്തിന്റെ കോൺ അംഗീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് മുഴുവൻ വിവരങ്ങളും അവർ തന്നെ മാറ്റി. നീതിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും സ്ഥലം മാറ്റാനും സർക്കാർ ഉത്തരവിട്ടു. അതേസമയം ഈ ഒരു കേസ് നല്ലതും സത്യസന്ധവുമായ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥന് കൈമാറേണ്ടതായിരുന്നു ആവശ്യം. നേരെ മറിച്ച് സത്യവും വിവരണങ്ങളും നിയന്ത്രിക്കുന്നതിനായി പല നഗരങ്ങളിലും ഇന്റർനെറ്റ് നിഷേധിച്ചു. മുൻകാല കേസുകൾ അല്ലെങ്കിൽ ചില ചരിത്രമൊക്കെ പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒരു പക്ഷേ CBI അല്ലെങ്കിൽ ഈ എയിംസിൽ നടക്കുന്ന 3ാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായും ഈ കേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴിത്തിരിവ് സംഭവിച്ചേക്കാം. എന്നാൽ അതും വളരെ കുറച്ച് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേസിലുടനീളം എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അന്വേഷണത്തിൽ ഒരുപാട് പഴുതുകളുള്ളതിനാൽ യഥാർത്ഥ കൊലയാളി പിടിക്കപ്പെട്ടാലും അയാൾക്ക് നിയമത്തിന്റെ പിടിയിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയും. കാരണം
കോടതിയിൽ സംശയത്തിന്റെ ആനുകൂല്യം എല്ലായ്പ്പോഴും പ്രതിക്കാണ്. ഇക്കാരണത്താൽ ഇത് ബലാത്സംഗത്തിനും ബലാത്സംഗ ശ്രമത്തിനും ഉയർന്ന സാധ്യതയുള്ള ഒരു വ്യക്തമായ കൊലപാതക കേസാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. അശ്രദ്ധയും കൃത്രിമത്വവും കാരണം കേസ് ഇപ്പോൾ ഇങ്ങനെ തകിടം മറിഞ്ഞു കിടക്കുന്നതിനാൽ സത്യവും നീതിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ അസാധ്യമാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവസാനം എല്ലാവർക്കും ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. തീർച്ചയായും കൊലയാളിയെ കണ്ടെത്തണം, അർഹിക്കുന്ന ശിക്ഷ അവന് വാങ്ങിക്കൊടുക്കണം. അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കും. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.